ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തോൽവി അന്വേഷിച്ച 3-അംഗ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലെ ഏകോപനമില്ലായ്മയും സ്ഥാനാർത്ഥിയുടെ വീഴ്ചയും തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ. ചില നേതാക്കൾക്കെതിരെ പരാതികൾ ഉയർന്നെങ്കിലും കടുത്ത നടപടിയെടുത്താൽ UDF പ്രതിസന്ധിയിലാകുമെന്ന ഭയത്തിലാണ് നേതാക്കൾ. ഗ്രൂപ്പ് തർക്കമാണ് ആലത്തൂരിലെ തോൽവിക്ക് പിന്നിലെന്നാണ് കോൺഗ്രസിന്റെ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ വലിയ വിമർശനവും പാലക്കാട് DCC ഉന്നയിച്ചിരുന്നു. രമ്യ ഏകാധിപത്യമായ പ്രവർത്തനമാണ് നടത്തിയതെന്നും മണ്ഡലത്തിൽ യാതൊരു വികസനവും MP ആയതിനു ശേഷം കൊണ്ടുവന്നില്ലെന്നുമാണ് ആരോപണം. എന്നാൽ DCC തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഒന്നും നടത്തിയില്ലെന്ന് രമ്യ ഹരിദാസും തിരിച്ചടിച്ചിരുന്നു. ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്നതിനാൽ ആരോപണ വിധേയർക്കെതിരെ നടപടി സ്വീകരിച്ചാൽ UDF പ്രതിസന്ധിയിലാകുമെന്ന ഭയത്തിലാണ് നേതാക്കൾ. 2019 വിജയിച്ച രമ്യയെ ഇത്തവണ 20,118 വോട്ടുകൾക്കാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ പരാജയപ്പെടുത്തിയത്. KC ജോസഫ്, T സിദ്ദിഖ്, R ചന്ദ്രശേഖരൻ എന്നിവരാണ് തോൽവിയിൽ അന്വേഷണം നടത്തിയത്. KPCC പ്രസിഡന്റ് K സുധാകരനാണ് റിപ്പോർട്ട് കൈമാറിയത്. പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തിയ സിറ്റിംഗിൽ മുതിർന്ന നേതാക്കളടക്കം നിലപാട് വ്യക്തമാക്കിയിരുന്നു. പാലക്കാട്, തൃശൂർ ജില്ലയിൽ കോൺഗ്രസിൽ തർക്കം രൂക്ഷമാണ്. പാലക്കാടും ചേലക്കരയിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ ഗ്രൂപ്പ് പോര് തോൽവിക്ക് കാരണമാകുമെന്ന ഭയത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ. കൈരളി ന്യൂസ്, പാലക്കാട്.